ഹായ്, ഞാൻ ഡോക്ടർ അമിത, ഫീറ്റോ മെറ്റേണൽ മെഡിസിൻ കൺസൾട്ടന്റ് ആണ്. ഇത് ഡോക്ടർ പ്രിയദർശിനി. മാഡം ഏകദേശം 1/4 നൂറ്റാണ്ടിലും മുകളിൽ പരിചയമുള്ള ഒരു ഒബ്സ്റ്ററ്റീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആണ്. എല്ലാവർക്കും ഉള്ള ചില സംശയങ്ങൾ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതിനെ പറ്റി പറയാനാണ് ഞങ്ങളൊരു വീഡിയോ സീരീസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, കൊല്ലങ്ങളായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പരിഹരിച്ചുകൊണ്ടിരിക്കുന്നതും സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് ആസ് എ ഗൈനക്കോളജിസ്റ്റ്, അല്ലേ മാഡം? അതെ. അപ്പം ഇന്ന് നമുക്ക് എന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്? ആദ്യത്തെ ഫസ്റ്റ് പ്രഗ്നൻസി തന്നെ തുടങ്ങാം. പ്രഗ്നന്റ് ആവണേല് മുന്നേ നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കണം, അത് കഴിയുന്നതും അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആവാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അതെ, ഇമ്പോർട്ടന്റ് ആണ് അത്. പ്രത്യേകിച്ച് ഇന്ന് കാലത്ത് സ്ത്രീകളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മാരേജും പ്രഗ്നൻസിയും പ്ലാൻ ചെയ്യണത്. കരിയർ വുമൻ ആണ്, നമ്പർ ഓഫ് ചിൽഡ്രൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഇതൊക്കെ കാരണം കൊണ്ട് എപ്പോഴും ഒരു പ്ലാൻ ചെയ്തിട്ട് പ്രഗ്നൻസി ആവണതാണ് എപ്പോഴും ഒരു ഹെൽത്തി ചോയ്സ്, അല്ല? അപ്പം ഫസ്റ്റ് നമുക്ക് ഫോളിക് ആസിഡ് തന്നെ വെച്ച് തുടങ്ങാല്ലേ വേണം. എന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആ ചെറിയ മഞ്ഞ ഗുളികയാണ് ഫോളിക് ആസിഡ്. ഇത് എല്ലാവരും സാധാരണ പ്രഗ്നൻസി തുടങ്ങുമ്പോഴാണ് കഴിച്ചു തുടങ്ങുന്നത്. പക്ഷെ ഈ ഫോളിക് ആസിഡിന്റെ കുറവ് അമ്മയിൽ പ്രകടമായ മാറ്റങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ അങ്ങനെ ഫോളിക് ആസിഡ് കുറവുള്ള ഒരു അമ്മ പ്രഗ്നന്റ് ആവുമ്പോൾ കുട്ടിക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. നട്ടെല്ലിന് മുഴ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാം. അപ്പൊ ഐഡിയലി ഈ ഫോളിക് ആസിഡ് നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ, അതായത് 2-3 മാസം മുമ്പ് തന്നെ കഴിച്ചു തുടങ്ങണം. അതിന്റെ കൂടെ വൈറ്റമിൻ B12 കൂടി ഉള്ള ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതെ, അതേമാതിരി തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടോ, ഡിസീസ് കണ്ടീഷൻസ്, ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റീസോ, BP, അതേമാതിരി തൈറോയിഡിന്റെ പ്രോബ്ലംസ്, ഹാർട്ട് പ്രോബ്ലംസ്, ഇങ്ങനത്തെ വല്ല പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നേരത്തെ അറിഞ്ഞാൽ അതിനുള്ള വേണ്ട ട്രീറ്റ്മെന്റ് എടുത്താൽ പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് ഇതെല്ലാം നോർമൽ ആണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിയർ ആയിരിക്കും പ്രഗ്നൻസിയും ബേബിയുടെ കണ്ടീഷൻസും എല്ലാം അല്ലെ? ഇതൊക്കെ ഉള്ള ആൾക്കാർ, ഓൾറെഡി ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ കൺസേൺ ഡോക്ടറെ കണ്ടിട്ട് ഒന്നുമില്ലെങ്കിൽ പ്രഗ്നൻസിക്ക് സേഫ് ആയ ഡ്രഗ്സിലോട്ട് മാറുക, അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ഏറ്റവും ഐഡിയൽ ആയ ഡോസേജ് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് മാറുക, അത് ചെയ്യണം, അല്ലെ? അതേപോലെ ചില എപ്പിലെപ്റ്റിക് മെഡിസിൻസ് ഒക്കെ പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, പക്ഷെ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള ചിലത് കഴിച്ചേ പറ്റൂ, അങ്ങനെയൊക്കെ. അതെ, അത് മാറ്റാം. അതേമാതിരിയാണ് ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസും. ഫോർ എക്സാമ്പിൾ വെയിറ്റ്, ഇന്ന് കാലത്ത് ഒരു ഭയങ്കര പ്രശ്നമാണ് വെയിറ്റ് ഗെയിൻ എന്നുള്ളത്. അപ്പോൾ ഐഡിയലി ഒരു ഐഡിയൽ വെയിറ്റിൽ വേണം പ്രഗ്നന്റ് ആവാൻ. അപ്പോൾ വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ച് വെയിറ്റ് ഒക്കെ ഒരു ഐഡിയൽ വെയിറ്റ് എത്തിച്ചിട്ട് അതൊക്കെ ഒന്ന് മാറ്റി നല്ല ഹാബിറ്റ്സിലേക്കൊക്കെ എക്സസൈസ്, ഡ്രിങ്ക്സ് അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു ഹെൽത്തിയർ വെയിറ്റിലേക്ക് എത്തിയിട്ട് പ്രഗ്നന്റ് ആവണതാണ് എപ്പോഴും നല്ലത്. അതേമാതിരി ചില ഹാബിറ്റ്സ് ഉണ്ടല്ലോ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതെല്ലാം ഒന്ന് ഉപേക്ഷിച്ചിട്ട് വേണം പ്രഗ്നന്റ് ആവാൻ. എന്നുവെച്ചാൽ ഇതിനൊക്കെ ഉള്ള ഇഫക്ട്സ് ബേബിക്കും കൂടി വരും, മദറിന് മാത്രമല്ല. അതുകൊണ്ട് ഇതൊക്കെ കഴിയുന്നത്ര ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ട് പിന്നെ പ്രഗ്നന്റ് ആവണതായിരിക്കും എപ്പോഴും ഏറ്റവും നല്ലത്, അല്ലെ? അതുപോലെ വാക്സിൻ, ഈ റുബെല്ല പോലെയുള്ള അസുഖങ്ങൾ പ്രഗ്നൻസിയിൽ വന്ന കുട്ടിക്ക് കണ്ണിന് തകരാറ്, ഹാർട്ടിന് തകരാറ്, തലച്ചോറിന് തകരാറ്, ഇതെല്ലാം ഉണ്ടാക്കാം. അപ്പൊ റുബെല്ലയ്ക്കൊക്കെ നമുക്ക് ഇഫക്റ്റീവ് വാക്സിനേഷൻ ഉണ്ട്. ഇത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യണതിന് ഏകദേശം 6 മാസം അല്ലെങ്കിൽ 1 ഇയർ മുമ്പ് തന്നെ ഈ വാക്സിൻ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. പിന്നെ അതേപോലെ HPV, ക്യാൻസർ സെർവിക്സിനുള്ള വാക്സിൻ ഉണ്ട്, അതും എടുക്കുന്നത് നല്ലതാണ്. അതെ, അപ്പൊ ഇങ്ങനത്തെ വാക്സിൻസ് ഒക്കെ ചിലതൊക്കെ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബിയും റുബെല്ലയൊക്കെ, അതല്ലാണ്ട് സർവൈക്കൽ ക്യാൻസർ വാക്സിൻസ് ഒക്കെ നമ്മൾ തന്നെ പോയി എടുക്കേണ്ടി വരികയായിരിക്കും. പക്ഷെ ഇതെല്ലാം എടുത്ത ശേഷം പ്രഗ്നൻസി ആവണത് ഓഫ്കോഴ്സ് ഐഡിയൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അറിയാം, പ്രഗ്നൻസി ഏത് സമയത്തും അൺഎക്സ്പെക്ടഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാവുന്ന